ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേയെല്ലാം മറക്കാൻ വരമേ. ആണ്ടുവട്ടം 7-ാം ഞായർ അതേഴ്സ് സെന്റേർഡ് ആണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ക്രിസ്തു ഒത്തിരി ആകുലപ്പെടുകയാണ് ഇന്നത്തെ ഗോസ്പലിൽ. ഗോസ്പൽ തുടങ്ങുന്നതിന് എങ്ങനെയാണ്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവേൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ചികിടത്തടിക്കുന്നവന് മറുചികിടം കൂടി കാണിച്ചു കൊടുക്കുക, മേലിങ്കി എടുക്കുന്നവൻ്റെ കുപ്പായം കൂടി എടുക്കുന്നതിൽ അവനെ തടയാതിരിക്കുക. ഇങ്ങനെ ക്രിസ്തു വളരെയധികം മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. ക്ഷമയെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. ഈ ഒരു ക്ഷമയെക്കുറിച്ചുള്ള പാഠത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഒരായുസ് മുഴുവനും പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ഗോസ്പൽ എങ്ങനെ ക്ഷമ നൽകും? ഒരായുസ് മുഴുവനും ഇനി ഒരിക്കലും മിണ്ടില്ല, മരണത്തോളം പൊറുക്കില്ല എന്നൊക്കെ തീരുമാനിച്ചവർക്ക് എങ്ങനെയാണ് ഈ ഗോസ്പൽ ഒരു വെളിച്ചമായി മാറുന്നത്? ഹൃദയം കൊണ്ട് പൊറുക്കാൻ കഴിയുക എന്നുള്ളത് അത് വലിയൊരു പുണ്യമാണ്. പോട്ടെ, സാരമില്ല, ക്രിസ്തു പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല എന്നൊക്കെ ഒരു കുരിശിൻ്റെ വേദനക്കിടയിൽ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിന് തുല്യമാണ്. ഈ ഭൂമിക്ക് ആവശ്യം ക്രിസ്തുവിനോളം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ്.